നമസ്കാരം. വളരെ വ്യത്യസ്തമായ ആചാരങ്ങളും സംസ്കാരങ്ങളും ഭാഷയും മതവും ദർശനവും എല്ലാം ഉള്ള മറ്റ് ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത്, ചില പ്രത്യേക സമുദായങ്ങളിൽ ഇന്നും തങ്ങളുടെ വിശ്വാസങ്ങളും തങ്ങളുടെ ഭാഷയും തങ്ങളുടെ ഭക്ഷണക്രമം പോലും ഇതുവരെയും ഒരു കലർപ്പില്ലാത്ത രീതിയിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറുന്ന ചില സമുദായങ്ങളുണ്ട്. അത്തരത്തിലൊരു സമുദായത്തിൻ്റെ ഒരു ഭക്ഷണ രീതിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഗോവയിൽ നിന്നെല്ലാം പണ്ട് പോർച്ചുഗീസുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും എല്ലാം ഭരണകാലത്ത് ആക്രമിക്കപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന് ദക്ഷിണ ഭാരതത്തിൽ തമ്പടിക്കേണ്ടി വന്ന ഒരു സമുദായമുണ്ട്, ഗൗഡ സാരസ്വത ബ്രാഹ്മണർ. അവരുടെ ഒരു പ്രത്യേക ഭക്ഷണക്രമം, ഭക്ഷണ രീതി, ആ ഒരു ഭക്ഷണ പദാർത്ഥത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ പേര് പത്രോഡോ. പത്രോഡോയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, അതെങ്ങനെ നിർമ്മിക്കാം, അതിൻ്റെ പോഷക വശങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നതിനും അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്നതിനും വേണ്ടി ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരംഗം നമ്മളോടൊപ്പം ഉണ്ട്, ശ്രീമതി പ്രമദ. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വിഭവം പത്രോഡോ എന്ന് പറയും. അത് കൊങ്ങിണിമാരുടെ, അതായത് GS ബ്രാഹ്മൺ സമുദായത്തിൻ്റെ ഒരു ട്രഡീഷണൽ പലഹാരമാണ്. ഇത് സാധാരണ നമുക്ക് പറമ്പിൽ കിട്ടുന്ന ചേമ്പല അല്ലെങ്കിൽ മടന്തേല എന്ന് പറയുന്ന ഇലയിൽ നിന്നും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. നമുക്ക് അധികം സാധനങ്ങളൊന്നും, ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറോ അധികം സാധനങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിനുള്ളിൽ പെട്ടെന്ന് കയ്യെത്തുന്ന ദൂരത്തുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഈ വിഭവം ഉണ്ടാക്കാവുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചേമ്പല അഥവാ മടന്തേല. ഇതിനൊരു പ്രശ്നമുള്ളത്, സാധാരണ ഇലകളെ പോലെ ഇതുപോലെ ആസച്ച് നമുക്ക് എടുത്ത് ഉപയോഗിച്ചുകൂടാ. കാരണം എന്ന് വെച്ചാൽ ഈ ഞരമ്പുകളോടുകൂടി നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഞരമ്പിനെ നല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തി വെച്ച് ആദ്യം സൂക്ഷിച്ച്, നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയാണെങ്കിൽ ഇല കീറത്തില്ല, പതുക്കെ ഇങ്ങനെ ഈ വീതി കുറഞ്ഞ സൈഡിൽ നിന്ന് കട്ടി കൂടിയ ഭാഗത്തേക്ക് നീക്കി ഈ വെയിൻസിനെ എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. അത് താഴേന്ന് മേളിലോട്ട് വേണം ചെയ്യേണ്ട. കട്ടി കുറഞ്ഞ ഭാഗത്തു നിന്നും കട്ടി കൂടിയ ഭാഗത്തേക്ക് നീക്കി സൂക്ഷിച്ച് കഴിയുന്നത്ര ഇല കീറാതെ നന്നായിട്ട് മാറ്റണം. ഈ പത്രോഡോയ്ക്ക് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. മടന്തേല, നാര് കളഞ്ഞത്, അരി 2 കപ്പ്, 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഇതാക്കിയെടുത്ത് വാർത്തെടുത്ത് വെച്ചത് 2 കപ്പ്. തേങ്ങ, ഏകദേശം പച്ച തേങ്ങയാണെങ്കിൽ ഒരു അരമുറി തേങ്ങ, ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ. പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും, അതായത് ആരംപുളി എന്ന് പറഞ്ഞ് നമ്മുടെ പറമ്പുകളിലൊക്കെ കാണാവുന്നതാണ് ആരംപുളി. അത് ഇതിൻ്റെ ഈ അരമെല്ലാം കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 എണ്ണം. അഥവാ ഈ ആരംപുളി കിട്ടാനില്ലെങ്കിൽ നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വാളംപുളി ഒരു നാരങ്ങ വലിപ്പത്തിലെടുത്ത് പിഴിഞ്ഞ് അതും ഉപയോഗിക്കാവുന്നതാണ്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാവുന്ന. മഞ്ഞൾ പൊടി, കായം, ഉപ്പുപൊടി ആവശ്യത്തിന്. മഞ്ഞൾ പൊടി, കായം, ഉപ്പുപൊടി എല്ലാം ആവശ്യത്തിന്. ഇത്രയുമാണ് വേണ്ട ചേരുവകൾ. വാർത്ത് വെച്ചിരിക്കുന്ന അരി അരിയും പുളിയും കൂടെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കുക. അധികം വെള്ളം ആവാൻ പാടില്ല.
കണ്ട അധികം കുഴമ്പാകാനും പാടില്ല, ചെറിയ തരി 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 പോലെ ഉണ്ട്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ അത്ര അരയ്ക്കാൻ പാടില്ല. ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. പിരിയം മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് കാരണം ഏകദേശം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവ് കുറച്ച് വേണ്ടവർക്ക് എരിവ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, കായം, ഉപ്പ്. അരയ്ക്കുമ്പം മിനിമം വെള്ളത്തിലാണ് അരച്ചിരിക്കുന്നത്, പക്ഷേ കുറച്ചും കൂടെ കൺസിസ്റ്റൻസി വെള്ളം പോലെ ആവേണ്ടതുണ്ട്. നമുക്ക് അത് അരച്ച് കഴിഞ്ഞിട്ട് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ദോശ ചുടുന്ന പരുവത്തിൽ വെള്ളമാവാം. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം കൺസിസ്റ്റൻസി ശരിയാക്കാൻ. ഇലയിൽ മൊത്തം മാവ് പുരളണം, വളരെ നൈസായിട്ട്. ഇവിടെയാണ് കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ്. വെള്ളം ഒത്തിരി കുറവാണെങ്കിൽ നമുക്കിങ്ങനെ പരത്താൻ പറ്റില്ല. വെന്ത് വരുമ്പോൾ മാവ് മാത്രം അപ്പമായിട്ട് ഇലയിൽ നിന്ന് ഇളകി വരും. അപ്പോൾ കറക്റ്റ് വെള്ളം അല്ല മാവിനെങ്കിൽ മാവ് മാത്രം ഇങ്ങനെ കട്ടിയായിട്ട് ഇളകിപ്പോവും ഇലയിൽ നിന്നും. അപ്പോൾ ഇലയിൽ പുരളുകയും വേണം, മാവ് ഉണ്ടാവുകയും വേണം, എന്നാൽ അധികം കട്ടിയാകുകയരുത്. ആ രീതിയിൽ പുരട്ടുക അറ്റം വരെ. ഇതുപോലെ ഒരില ഇങ്ങോട്ട് ചരിച്ചു വെച്ചു. ഇനി ചെറിയ ഇലകൾ, ചെറിയ കഷ്ണങ്ങളാണേലും അഥവാ കീറിപ്പോയാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ ഓരോരോ ഇലകളായി അടുക്കി അടുക്കി ഏകദേശം ഒരു റോളിന് 10 ഇല വേണ്ടി വരും ഏകദേശം. ഈ ഒരു സൈസ് ഇല മടന്ത ആണെങ്കിൽ. ഇപ്പം ഏകദേശം ഒരു 10 ഇല ആയിട്ടുണ്ട്. ഇനി ഇതിനെ റോള് ചെയ്തെടുക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം അകത്തോട്ട് ഒരു സൈഡ് മടക്കുക, പിന്നെ ഇപ്പുറത്തെ സൈഡ് മടക്കുക, കൈകൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഈ താഴെ ഒന്ന് മടക്കി വെക്കുക. അതിനുശേഷം മേളിൽ കൂടെ പതുക്കെ പൊട്ടിപ്പോകാതെ റോൾ ചെയ്ത് മാറ്റി വെക്കുക. ഇതിങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റായിട്ട് 2-3 റോൾ ഇതേ രീതിയിൽ വെക്കാവുന്നതാണ്. ടൈറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നിന്നോളും. അഥവാ ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വാഴനാര് വെച്ച് കെട്ടാവുന്നതാണ്. ബാക്കി മാവെല്ലാം അതിൻ്റെ പുറത്തേക്ക് ഒരു ഒട്ടി നിന്നോളും. ആ മാവ് തന്നെ ഒരു ബൈൻഡിങ് കൊടുത്തിട്ട് ശേഷം പ്രഷർ കുക്കറിൽ വെച്ച് വേവിക്കാനാണ്. പ്രഷർ പാനിൻ്റെ സെപ്പറേറ്ററിൽ വെക്കുക. ഇനി അടുത്തത് നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായി ഒരു പ്രഷർ പാനിൽ, അല്ലെങ്കിൽ പണ്ടത്തെ ഇഡ്ഡലി കുക്കർ പോലെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും. ഞാൻ പ്രഷർ പാനിൽ ഒരു റിങ് വെച്ചിട്ട് ആ റിങ് ഒരു 25 മിനിറ്റ് നമുക്ക് വേവിക്കേണ്ടി വരും. ആ 25 മിനിറ്റിൽ വെള്ളം വറ്റാൻ പാടില്ല, എന്നാൽ ഇതിനുള്ളിൽ വെള്ളം കയറാനും പാടില്ല. ഈ നേരത്തെ തയ്യാറാക്കി വെച്ച് വെയിറ്റ് ഇടുക. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒന്ന് ചെറുതാക്കി വെക്കുക. അതിനുശേഷം 25 മിനിറ്റ് വേവിക്കുക.
നല്ല മണം വരുന്നുണ്ട്, വെന്ത ചേമ്പിലേക്ക് വെന്ത നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ആവി തണുത്ത് നമുക്ക് തുറക്കാറാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. തുറന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് തുറന്ന് വെക്കണം. എന്ന് വെച്ചാൽ ആവിയുടെ വെള്ളമെല്ലാം പോയി, അല്ലെങ്കിൽ ഒരുമാതിരി ഒട്ടിപ്പിടിക്കും. ആ ഒട്ടൽ മാറാനായിട്ട് ആദ്യം ഈ ആവി പോയിട്ട് അടപ്പ് തുറക്കുക. അടപ്പ് തുറന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചേക്കുക. പത്ത് മിനിറ്റ് ഒന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇത് കുറച്ച് കൂടുതൽ വെന്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടായ ചേമ്പയിലായത് കാരണമാണ് 20-25 മിനിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് ശരിക്കും. അല്ലെങ്കിൽ ഇത് ആ ഷേപ്പിൽ തന്നെ നിൽക്കും. എന്നാലും കുഴപ്പമില്ല, ഇത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഒരു 10 മിനിറ്റ് ഇങ്ങ് തുറന്നിരിക്കട്ടെ. പത്രവട റെഡി ആയിട്ടുണ്ട്. ഇതിന് ഈ പേര് വന്നത് പത്രവട എന്നാണ്. പത്രം എന്ന് വെച്ചാൽ ഇല, വട എന്ന് വെച്ചാൽ ഒരു ഡിഷ്. അതെന്ന് വെച്ചാൽ ഇത് ട്രഡീഷണലായിട്ട് കൈമാറി വന്നതാണ്. ഇതിൻ്റെ റെസിപ്പിയല്ല, എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മയ്ക്ക് തന്നെ കൊടുത്ത് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അമ്മ, ചൂടാണോ? ചൂടാണോ? ഇല്ല, സൂപ്പർ.